ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ലമീർ മുത്തസ്സിൽ ഹർഫ് ജറിനോട് ചേർന്നത് പഠിക്കാം. അപ്പോൾ ലമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേരാം, ഹർഫിനോട് ചേരാം, ഫിഇലിനോട് ചേരാം. ലമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേരുന്നത് നമ്മൾ പഠിച്ചു. കിതാബുഹു, അവൻ്റെ പുസ്തകത്തിൽ, അത് 14 നമ്മൾ പഠിച്ചു. ബൈത്തുഹു 14 നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളും എന്താക്കണം, കുറേ ഇങ്ങനത്തെ ഇസ്മിൻ്റെ ഉദാഹരണം വെച്ചിട്ട് കലമുഹു, കുർസിയുഹു നിങ്ങൾ ആവർത്തിച്ച് പല ഇസ്മിനോടും ചേർത്തിട്ട് എന്താക്കണം, നിങ്ങൾ എന്താക്കണം, ഈ 14 പഠിക്കണം. കലമുഹു, കലമുഹുമ, കലമുഹും, കലമുഹ. പിന്നെ നമ്മൾ ലമീർ മുത്തസ്സിൽ അൽ ഫീലുൽ മാദിൻ്റെ കൂടെ ചേർന്ന ലമീർ മുത്തസ്സിലുകൾ പഠിച്ചു. ഓക്കെ, ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന. ഇതിൽ ലമീർ മുത്തസ്സിൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇസ്മിനോട് ചേരുമ്പോൾ ലമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേരുമ്പോൾ അതെന്താണ്, മുലാഫ്, മുലാഫിലയാണ്. മുലാഫ്, മുലാഫിലയാണ്. ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥം വരും. ലമീർ മുത്തസ്സിൽ അൽ ഫീലുൽ മാദിനോട് ചേർന്നപ്പം ആ ലമീർ മുത്തസ്സിലുകളൊക്കെ എന്തായിരുന്നു, ഫായിലായിരുന്നു. ഓക്കെ, ഫായിൽ ആയിരുന്നു. ഓക്കെ, ഫഅല എന്ന് പറയുമ്പോൾ ആ ലമീർ മുത്തസ്സിൽ അലിഫ് ഫായിലാണ്, 2 പേരെ സൂചിപ്പിക്കുന്നു. ഫഅല, കതബ, ഓക്കെ, ഖറഅ, അവർ 2 പേർ എഴുതി, അല്ലെങ്കിൽ ദഹബ, അവർ 2 പേർ പോയി. അലിഫാണ് ലമീർ മുത്തസ്സിൽ, അത് ഫായിലാണ്. ഫായിലിൻ്റെ അടയാളം എന്താ, മർഫൂ. ലമീർ മുത്തസ്സിൽ ഇസ്മിനോട് ചേരുമ്പം അത് മുലാഫ്, മുലാഫിൽ. അപ്പോൾ ലമീർ മുത്തസ്സിൽ എന്താണ്, മുലാഫിലെ മജ്റൂർ. ഇനി നമുക്ക് ലമീർ മുത്തസ്സിൽ ഹർഫിനോട് ചേർന്ന ചില പഠിച്ച ഉദാഹരണങ്ങൾ നോക്കാം. പഠിച്ച ഹർഫ് ജറുകൾ. ഹർഫു ജറുകൾ പലതരം ഹർഫുകളുണ്ട്. അതിൽ പഠിച്ചത് നമ്മൾ ഹർഫു ജറാണ്. ഇനി ഇന്ന ഉണ്ട്, ഇന്ന കൊണ്ട് ചേരാം. ഇന്നൊരു ഹർഫാണ്. ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പഠിക്കും, 2ാമത്തെ പുസ്തകത്തിൽ. അപ്പോൾ നമ്മൾ പഠിച്ച ഹർഫു ജറിൻ്റെ കൂടെ നമുക്ക് എന്താക്കാവുന്ന ലമീർ മുത്തസ്സിൽ ചേർത്തി നോക്കാം. അപ്പോൾ നമുക്കറിയാം ഹർഫ് ജറിൻ്റെ കൂടെ ശേഷം വരുന്നതായിരിക്കും ഇസ്മ മജ്റൂറായിരിക്കും. ഇസ്മ മജ്റൂറായിരിക്കും. ഓക്കെ, അപ്പോൾ ഹർഫു ജർ, ഇസ്മ മജ്റൂർ, ജാറുമ്പ മജ്റൂർ, ശിബു ജുംല. ഓക്കെ, ഇവിടെ മുബത്തദയില്ല, കാരണം നമ്മൾ ലമീർ മുത്തസ്സിൽ ഹർഫ് ജറിനോട് ചേർന്നത് മാത്രമേ പഠിക്കുന്നത്. അപ്പോൾ ഖബർന്ന് പറയൂല, ശിബു ജുംല. ഓക്കെ, അപ്പോൾ ഹർഫ് ജറിനോട് ഇസ്മ മജ്റൂർ ചേർന്നാൽ അത് ഹർഫ് ജർ, ഇസ്മ മജ്റൂർ എന്നാണ് പറയാം. കാരണം ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ എന്താണ്, ഇസ്മ മജ്റൂറാണ്. നമുക്കറിയാം ലമീറുകളൊക്കെ ഇസ്മാണ്. ലമീർ മുത്തസ്സിലാണ് ഹർഫ് ജറിനോട് ചേരാം. ഓക്കെ, കാരണം എല്ലാ ലമീർ മുത്തസ്സിലുകളും അത് ചേരുന്ന ഇസ്മുകളാണ്. അത് ഇസ്മിനോട് ചേരും, ഹർഫിനോട് ചേരും, ഫിഇലിനോട് ചേരും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫീഹി, ഫീഹിമ, ഫീഹിം, ഫീഹ, ഫീഹിമ, ഫീഹിന്ന, ഫീക, ഫീകുമ, ഫീക്കും, ഫീക്കി, ഫീകുമ, ഫീകുന്ന, ഫിയ, ഫീന. ഓക്കെ, ഫിയ, ഫീന. അപ്പോൾ ഫീഹി എന്ന് പറഞ്ഞാൽ അവനിൽ. ഇനി ബുദ്ധി ഇല്ലാത്തതാണെങ്കിലോ അതിൽ. ഫീഹിമ അവർ 2 പേരിൽ, ഫീഹിം അവർ കുറേ പേരിൽ, ഫീഹ അവളിൽ, ഫീഹിമ അവർ 2 പേരിൽ, ഫീഹിന്ന അവർ കുറേ സ്ത്രീകളിൽ, ഫീക നിന്നിൽ പുരുഷനോട്, ഫീകുമ നിങ്ങൾ 2 പേരിൽ, ഫീക്കും നിങ്ങൾ കുറേ പേരിൽ, ഫീക്കി സ്ത്രീ നിന്നിൽ, ഫീകുമ നിങ്ങൾ 2 പേരിൽ, ഫീകുന്ന നിങ്ങൾ കുറേ സ്ത്രീകളിൽ, ഫീയ എന്നിൽ, ഫീന ഞങ്ങളിൽ. ഓക്കെ, ഇവിടെ ഫിയാന്ന് വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഫിയാന്ന് വരുന്നത്? കാരണം അത് ഫിയാന്ന് വരുന്നത് മറ്റേ ഫീ
ഫീന്ന് എഴുതുമ്പം തന്നെ ആ ഫാൻ്റെ കൂടെ ഒരു യാ ഉണ്ട്, നമുക്കറിയാലോ. ഫാൻ്റെ കൂടെ എന്താണ്, സുക്കൂനുള്ള യാ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഫാൻ്റെ കൂടെ സുക്കൂനുള്ള യാ ഓൾറെഡി ഫാൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ പിന്നെയും നമ്മൾ യാ മുത്തക്കല്ലിം ലമീർ മുത്തസിൽ ചേർക്കുകയാണ്. ഹർഫ് ജർ ഫീൻ്റെ കൂടെ ആദ്യമേ എന്തുണ്ട്, യാൻ്റെ മുകളിൽ സുക്കൂനുള്ള അക്ഷരമുണ്ട്. അങ്ങനെയാണ് ഫീ എന്ന് പറയാം. ആ ഫീൻ്റെ കൂടെ നമ്മൾ എന്നിൽ നിന്ന് പറയണമെങ്കിൽ എന്ത് വേണം, എന്നിൽ നിന്ന് പറയണമെങ്കിൽ ആ ഫീൻ്റെ കൂടെ ഒരു യാ സുക്കൂനും കൂടി ചേർക്കണം അല്ലേ. ഞാൻ എന്ന് പറയാൻ, എന്നിൽ നിന്ന് പറയാനുള്ള ദമീർ മുത്തസിൽ എങ്ങനെയാണ്, യാൻ്റെ മുകളിലുള്ളൊരു സുക്കൂനാണ്, അതറിയാലോ. അതിനെ വേറൊരു ഫോട്ടോയിൽ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കി തരും ഇതിന് ശേഷം, ഇത് പറഞ്ഞതിന് ശേഷം. അപ്പോൾ അത് മനസ്സിലായിക്കോളും, ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അപ്പോൾ ഫിയ, ഫീന. അപ്പോൾ ഇത് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫീഹി, ഫീഹിമ, ഫീഹിം, ഫീഹ, ഫീഹിമ, ഫീഹിന്ന, ഫീക, ഫീക്കുമ, ഫീക്കും, ഫീക്കി, ഫീക്കുമ, ഫീക്കുന്ന, ഫിയ, രണ്ട് യാ ചേർന്ന് ഫാൻ്റെ മുകളിൽ ഓൾറെഡി ഉള്ള യാവും പിന്നെ ഞാൻ എന്ന് പറയാനുള്ള സുക്കൂനുള്ള യാവും. അപ്പോൾ രണ്ട് യാ സുക്കൂന് ഒരുമിച്ച് ചേരുമ്പോൾ ഫിയ എന്നാവും. പിന്നെ ഫീന, ഞങ്ങളിൽ. ബാറക്കല്ലാഹു ഫീക്കും.